നമ്മുടെ സഹോദരൻ ശ്രീകുമാറൊക്കെ ഇവിടെ കൊഞ്ച് തപ്പുന്നുണ്ട്. ഞങ്ങൾ രണ്ടുകൊണ്ട് ഒരുപോലെ വന്ന അവരിത് അവിടെ ഈ ചാല് തപ്പുന്നു. അപ്പോൾ ഇറങ്ങിയപ്പം തന്നെ അവനൊരു കൊഞ്ച് കിട്ടിയായിരുന്നു. അപ്പം നമ്മളും ഇവിടെ തന്നെ ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇറങ്ങും ഇനിയിപ്പോൾ എന്ന് പറയുമ്പം നമുക്ക് കൂട്ടിനാരും ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്കിത് ചെമ്മീനത് കൂടി നടക്കണം. ഈ ചാല തപ്പാം കേട്ടോ. എന്തൊക്കെയാലും ഒന്ന് തപ്പി പോവാം. ദൂരം പോയി ചെറുതാ. ആവശ്യമായിട്ട് നമുക്ക് വരണം കിട്ടി. കൊഞ്ച് ചെറുകൊഞ്ച് എന്തോണം കയറി ഇറങ്ങി പോയി. കൊഞ്ച് നമ്മൾ കയ്യിൽ നിന്ന് കരിമീനും മുട്ടുന്നുണ്ട് കേട്ടോ. കരിമീനും മുട്ടി പോകണുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. അത് കൊണ്ടും പൊടിയാ കേട്ടോ. അടിച്ചു പോയത് ചെമ്മീൻ്റെ ചണ്ടി ചെമ്മീൻ്റെ. നമ്മൾ വലിയ കൊണ്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യൊന്നും മിസ്സിങ് ആകത്തില്ല. നമ്മൾ വലിയ കൊഞ്ചിനെ പ്രതീക്ഷിച്ചാണ് ഇത്. കണ്ടോ കേട്ടോ, കണ്ടത്തിൻ്റെ കച്ചാല, വെള്ളം പോകാനുള്ള കച്ചാല. ആ കച്ചാലില്ല ഞാൻ തപ്പുന്നത്. ഈ കണ്ടത്തിൻ്റെ കച്ചാല ഉത്തല്ല ഞാൻ തപ്പുന്നു. അപ്പോൾ ഈ കച്ചാല ഈ ഓലവിടെ ചെന്ന് അങ്ങോട്ടും പോകും വടക്കോട്ടും പോകും. ഇപ്പം എങ്ങോട്ട് തപ്പണമെന്ന് പറയാം. നേരെയും കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതാ താഴ്ചക്കണ്ട. അപ്പം മീൻ എന്തെങ്കിലും ഉള്ളത് ഈ താഴ്ചക്കണ്ടത്തിലായിരിക്കും നിൽക്കുന്നത്. അത് പിന്നെ കുറച്ചും കൂടെ വെള്ളമുള്ളത് ഈ കച്ചാലില്ല. അതാണ് നമ്മൾ ഇവിടെ തപ്പി നോക്കണം. ചെമ്മീൻ മുട്ടി പോകണ്ടേ. ചെമ്മീനൊന്നും ഇപ്പോൾ ഒരെണ്ണം വലിഞ്ഞു പോയി. ഭയങ്കര തൂമ്പാട്ട്. അയ്യോ ഇതിൻ്റെ അകത്ത് കൊഞ്ചുണ്ട്. എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. കൊഞ്ചുമുണ്ട്. എന്തെടുക്കും? സ്ഥലം മണ്ണ് മാറി വെച്ചാൽ. അയ്യോ ഒരു കൊഞ്ച് പുറത്തു പോയി. പിന്നെയും കൊഞ്ച് ഇപ്പുണ്ട്. പിന്നെയും കൊഞ്ച് ഇപ്പുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനൊന്നും ഒരു പിടിയില്ല. പിന്നെയും അയ്യോ ദേ പോയി. എന്ത് പൊന്നെ. എന്തൊക്കെയാലും നോക്കുക. രണ്ടെണ്ണം പോയി. കരിമീനായിരുന്നു, അതും പോയി. രണ്ട് കൊഞ്ച് പോയല്ലോ. ചാടിക്കരിമീൻ നമ്മുടെ കരത്തേക്ക് കേട്ടോ. ചാടി വീണ കരിമീന. ചാടി നമ്മൾ കരത്തി വീണു. ഇവിടെ ഉറപ്പാ. അതുകൊണ്ട്
നമുക്ക് നമ്മളെ കാലിലൊന്നും താഴത്തില്ല. കരിമീൻ ഇപ്പം 2-3 പോയി. അയ്യോ അയ്യോ കണ്ട ചാടിപ്പോയി. അങ്ങനെ നമുക്ക് ഇന്ന് ആദ്യം ഒരു മുട്ടക്കുഞ്ച് കേട്ടോ. മുട്ട മുട്ടക്കുഞ്ച് നമ്മളിത് എപ്പോഴും തുറന്ന് വെക്കും. ആ കരിമീൻ ചാടി വീണുകൊണ്ട് ഒന്ന് കെട്ടിയതാണ്. അത് ചാടി പോകണ്ടല്ലോ എന്ന് വെച്ച് നമ്മുടെ സഹോദരനൊക്കെ അതിന് കിഴക്ക് വല വെക്കുന്നുണ്ട് കേട്ടോ. അവരതിൽ ആ വല എടുത്തുകൊണ്ട് പോകും. കൊഞ്ച് ഇപ്പോഴാണ് നമുക്കൊരു അപ്പാപ്പി കിട്ടുന്നത്. അത് പളുന്തനാകട്ടെ. ചിലപ്പം കാടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ടാവും. എന്നതായിരുന്നു കരിമീനായിരുന്നു നോക്കാം. അയ്യോടാ ഭയങ്കരം കരിമീൻ പോയത്. ഭയങ്കരം കരിമീനായിരുന്നു. ഇതേക്കണത്തെ കട്ടയാണ്. അത് കാരണം നമുക്ക് ഇത് താഴത്തില്ല. വേണ്ട ഇതേക്കണത്തെ കട്ടയായത് കാരണം താഴത്തില്ല. അയ്യോ ഇതേ ഒരു പളുന്തം കൊഞ്ചൻ്റെ കാല് വന്നിരിക്കുന്നു. ഇതേ വേറെ ഇത് കണ്ടത് ഉണ്ടോ? ഇതാണ് പളുന്തരം എന്ന് പറഞ്ഞത്. ഇത് കണ്ട് ഞെക്കുകൊള്ളുന്നുണ്ട്. ആ കരിമീനത്തപ്പം തിരിച്ച് പുറമോട്ട് പോയതാണ് ആ കൊഞ്ച് കിട്ടിയത് കേട്ടോ. ഇവിടെ കണ്ട ഒരു മുള്ളു കൊണ്ട പോലെ തോന്നി. ഒരു കരിമീൻ്റെ പുറകു പോയി. പോളാനാണ് ഓടിപ്പോണ നമ്മളെ വെട്ടിച്ച്. നമ്മളെ വെട്ടിച്ച് പൂളാൻ പോകുന്നുണ്ട്. അയ്യോ ഇപ്പം ഈ ട്രാക്ടർ അടിക്കാൻ പോണ ഈ ഇതിൻ്റെ കച്ചാലിൽ നിന്നാണ് നമുക്ക് കേട്ടോ ആ കൊഞ്ചും ആ കരിമീൻ ഒരുപാട് ചാടിപ്പോയാണ്. ഇതങ്ങ് കിഴക്കേറ്റം വരെ അടിക്കുന്നുണ്ടോ? ഇന്നടിക്കുവോ? ഇന്ന് തീരുവോ? ഇത് കഴിഞ്ഞ അപ്പുറം കരിമീൻ കാണുന്നുണ്ടോ? അതെ കൊഞ്ചുണ്ടെങ്കിലും ഇങ്ങനെ അടിക്കുന്ന സമയത്ത് വെള്ളം കലക്കും. നല്ലതുപോലെ കലങ്ങിയിട്ട് കൊഞ്ച് ഈ സൈഡിൽ വരും. ഈ വരമ്പിൻ്റെ സൈഡിൽ വരും കൊഞ്ചുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചാടി 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 ഈ സൈഡിൽ വരും. ഈ വരമ്പിൻ്റെ സൈഡിലൊക്കെ വന്നിരിക്കും. അപ്പോൾ നമുക്ക് ഇത്ര നേരം തപ്പിക്കിട്ടിയത് ചെയ്താൽ കേട്ടോ. ഇവിടുത്തെ ഒരു കൊഞ്ച് ചാടിപ്പോയേ. എന്നാ പറയണം, 2 അപ്പാപ്പി ഒരു കരിമീൻ. ആ കരിമീൻ നമുക്ക് ചാടി വീണ് കിട്ടിയില്ല കേട്ടോ. ചാടി നമ്മളെ കലച്ച് വീണതാ, പിടിച്ചതല്ല. ചെറുവൻ ചാലേ ഒരു ട്രാക്ടറിന്റെ പുറകെ നിന്ന് കിട്ടിയാണ്.
ഇവിടെ ഭയങ്കര ഉറപ്പാണ്. മുട്ടിയാലും എന്ത് മുട്ടിയാലും കൊഞ്ചൊഴിച്ച് ബാക്കി എന്ത് മുട്ടിയാലും കയ്യെ കിട്ടത്തില്ല. വേണ്ട കരിമീന ചാടി വീഴുന്നു, പക്ഷെ അത് നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ കാലം കെട്ടഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു. നമ്മൾ നേരത്തെ വന്ന അതേ കാര്യം തന്നെയാണ്. നമ്മളെ ഇവിടെ ഒരുപാട് മീൻപിടുത്തക്കാരെ കാണാം. അതില്ലാതെ കണ്ട ഒറ്റാലിൻ്റെ പുറയിലുണ്ട് ഒരു 4-5 പേരുണ്ട്. ഇല്ല അവിടെ വല വെക്കുന്നുണ്ട്, ഇല്ല അവിടെ വല വെക്കുന്നുണ്ട്. അവിടെ നമ്മളെ സഹോദരൻ ടീം അവിടെ വല വെക്കുന്നു. വേറൊരു ടീം ഇവിടെ ഉണ്ടായിരുന്നു. വേറൊരു ടീമും കൂടെ അവിടെ കിടപ്പുണ്ട് കേട്ടോ, സഹോദരൻ ടീമും കൂടാതെ. അപ്പോൾ ഈ പാടത്തുനിന്ന് ചിലപ്പോൾ ഒരു ടീമിനായിരിക്കും ചിലപ്പോൾ മീൻ ശാലം കൂടുതൽ കിട്ടുന്നത്. ഉടനെ നമ്മളെ വീഡിയോ കണ്ടിട്ട് അപ്പപ്പിക്ക് അവിടെ പോയി മീൻ പിടിക്കാൻ മേലായിരുന്നോ എന്നുള്ള കമൻ്റൊക്കെ നമുക്ക് വരും. നമ്മൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തില്ല, അതാദ്യം മനസ്സിലാക്കുക. ആരും മീൻപിടുത്തത്തിൽ ആനയല്ല. മീനുള്ള സ്ഥലത്ത് ആര് രാവിലെ ചെന്ന് പച്ച വല വെക്കുന്നോ അവൻ്റെ കയ്യിലിരിക്കും ആ ചാലി കിടക്കുന്ന മീൻ. അതറിയാവുന്ന ഒരാളാണെങ്കിലും അറിയാൻ മേലാത്ത ആൾക്കാരാണ്. അപ്പം നമ്മൾ വേറെ ഇപ്പം ഇവിടെ ഏത് കൂട്ടത്തിൽ നിന്ന് ആർക്ക് മീൻ കിട്ടിയാലും ഈ പാടത്തിൻ്റെ ആ മീനുള്ള സൈറ്റ് അവർ എത്തിപ്പെട്ടിട്ടാണ് അവർക്കത് കിട്ടിയത്. അപ്പാപ്പിക്ക് ആ മീൻ പിടിക്കാൻ മേലായിരുന്നു, അവിടെ പോയി പിടിക്കാമായിരുന്നല്ലോ, അങ്ങനെയുള്ള കമൻ്റൊക്കെ വരുന്നതുകൊണ്ട് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു പാടത്തെ മീൻ എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തില്ല. എല്ലാവർക്കും ചിലവർക്ക് കൂടുതൽ കിട്ടും, ചിലവർക്ക് കുറച്ചായിരിക്കും കിട്ടുന്നു. അപ്പം അങ്ങനെയുള്ള കമൻ്റൊക്കെ ശ്രദ്ധിക്കുക എന്നല്ല, കമൻ്റ് ഇടുന്നതിന് കുഴപ്പമില്ല. കമൻ്റ് ഇട്ട പുള്ളിക്ക് കാര്യം അറിയാൻ മേലായിട്ടായിരിക്കാം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നിപ്പം വേറെ കരിമീനാണ്. എന്തായാലും ഞാൻ കൊഞ്ചിന് വേണ്ടി തപ്പുക. അപ്പം നമ്മൾ കൊഞ്ചിൻ്റെ കേസ് കേട്ട് മാത്രമേ നമ്മുടെ കയ്യെ കരിമീനാ ചേറുമീനാ എന്ത് മുട്ടിയാലും പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം കട്ട ഉറപ്പാണ്, ചെളിയുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ പിടിക്കും. നമ്മളിപ്പം തന്നെ ഇല്ല, ആ ടാക്കിൻ്റെ പുറകെ 4 പേര് കിടപ്പുണ്ടേ. 4 പേര് കിടക്കുന്ന കുട്ടിയിൽ ആ നിൽക്കുന്ന 2 ചേട്ടന്മാർക്കേ ഉള്ളു മീൻ. ആ നിൽക്കുന്ന 2 ചേട്ടന്മാർക്കേ മീനുള്ളൂ. 2 പേർക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഇത്ര നേരമായിട്ട്. അപ്പം അവർക്ക് മറ്റേ ചേട്ടായിക്ക് 3-4 കരിമീനും 5-6 കൊഞ്ചും, ചെറുകൊഞ്ചാണെങ്കിലും 5-6 കൊഞ്ചും എല്ലാം കൂടെ പുള്ളിക്ക് കിട്ടി. മറ്റേ ആ ചാക്കും കൊണ്ട് ഇരിക്കുന്ന പുള്ളിക്കും കിട്ടി. ബാക്കി 2 പേർക്കും ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒറ്റാലും കൊണ്ട് അവർക്ക് ഒറ്റിപ്പിടിക്കാൻ അറിയാൻ മേലായിട്ടല്ല, അവരുടെ കൺമുന്നിൽ അത് വന്നില്ല, അതുകൊണ്ടാണ് അവർ കേട്ടോ. അല്ലാതെ അവർ മോശക്കാർ ആയതുകൊണ്ടല്ല, അവരുടെ കൺമുന്നിൽ എത്തിപ്പെട്ട് അവർ പിടിക്കും. അപ്പോൾ ഇനി നമുക്കിത് ഈ ചാലി ഇങ്ങനെ അങ്ങോട്ട് തപ്പുണ്ട്. നമ്മുടെ സഹോദരനല്ല അവിടെ ആ വല വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തപ്പി നമ്മുടെ സഹോദരൻ്റെ അവിടെ ഒന്ന് പോയിട്ട് നമുക്കില്ല അങ്ങോട്ടൊക്കെ മാറി ഒന്ന് തപ്പാം. വീടടാ എൻ്റെ സുഹൃത്തേന്ന് ഇതാ വിട്ടെ എൻ്റെ സുഹൃത്തേന്ന് വിട്ടെ വിട്. ഒരു കൊഞ്ചടിച്ച് നമ്മളിന്ന് പോയി കേട്ടോ. മുന്നോട്ട് പോയിരിക്കുക. കണ്ടെത്തി കയറി പോയില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇട്ട് അവനെ പിടിക്കാം. കണ്ടില്ല, ഇത് തെളിവായതുകൊണ്ടാണ്. മുള്ളനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ 2 തപ്പ് കൊണ്ട് അവനെ പിടിച്ചാണ്. ചെറുകൊഞ്ചായിരുന്നു.
ചെമ്മീൻ കുഞ്ഞു കുഞ്ഞത് എൻ്റെ കാലിൽ ഇവിടെ എന്തോ പോയി. ചെമ്മീൻ കാലിനാട്ടെ നമ്മുടെ പള്ളാത്തുരുത്തി 500 രൂപയ്ക്കാണ് കൊഞ്ചെടുക്കുന്നത്. നമ്മളെ റെഡ്ജി അണ്ണൻ ഇവിടെ 700 രൂപയ്ക്ക് കൊഞ്ചെടുക്കുന്നത്. അതിൽ കിഴക്കപ്പുറ സന്തോഷം അണ്ണൻ 720 രൂപയ്ക്ക് എടുക്കുന്നു. നമ്മളവിടെ ഞങ്ങൾ സൊസൈറ്റി ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ സൊസൈറ്റിയിൽ 850 രൂപയ്ക്കാണ് എടുക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അവിടെ കൊടുക്കുന്നത് 850. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പപ്പിടെ ഇപ്പം ഇതുവാ 1 കിലോ മേളിൽ കൊഞ്ചുണ്ട് കേട്ടോ. 1 കിലോ മേളിൽ കൊഞ്ചുണ്ട്. വലിയ കൊഞ്ച് 5 എണ്ണം 6 എണ്ണം ഉണ്ട്. കൊഞ്ച് ഇത് സർക്കാർ വിട്ട കൊഞ്ച കേട്ടോ. നമ്മളെ പള്ളാത്തുരുത്തി 500 രൂപയ്ക്കാണ് കൊഞ്ചെടുക്കുന്നത്. നമ്മളെ റെഡ്ജി അണ്ണൻ ഇവിടെ 700 രൂപയ്ക്ക് കൊഞ്ചെടുക്കുന്നത്. അതിൽ കിഴക്കപ്പുറ സന്തോഷം അണ്ണൻ 720 രൂപയ്ക്ക് എടുക്കുന്നു. നമ്മളവിടെ ഞങ്ങൾ സൊസൈറ്റി ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ സൊസൈറ്റിയിൽ 850 രൂപയ്ക്കാണ് എടുക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അവിടെ കൊടുക്കുന്നത് 850. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പപ്പിടെ ഇപ്പം ഇതുവാ 1 കിലോ മേളിൽ കൊഞ്ചുണ്ട് കേട്ടോ. 1 കിലോ മേളിൽ കൊഞ്ചുണ്ട്. വലിയ കൊഞ്ച് 5 എണ്ണം 6 എണ്ണം ഉണ്ട്. കൊഞ്ച് ഇത് സർക്കാർ വിട്ട കൊഞ്ച കേട്ടോ. നമ്മളെ സഹോദരൻ ഇത് വലയൊക്കെ പൊക്കിയില്ല. അവിടെ നമ്മൾ സഹോദരൻ എടുക്കുക തോന്നുന്നു. നമ്മുടെ സഹോദരനൊക്കെ ഇതേ വല വെച്ചല്ലേ കേട്ടാ. കുറുവാക്കുഞ്ഞ് മൊത്തം കുറുവാക്കുഞ്ഞല്ലേടാ. കരിമീൻ വെള്ളത്തിൽ രക്ഷപ്പെടുത്തി കരിമീൻ വെള്ളത്തില്ലേ. കരിമീൻ വെള്ളത്തിൽ കരിമീൻ ഉണ്ടാ കാണുന്നുണ്ടോ കൂടുതൽ. അല്ല ഇത് നമ്മളെ സഹോദരനും രാഹുലും കൂടെ ഇത് ഇവിടെ വല വെച്ച് വലിച്ച കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ മീൻപിടുത്തത്തിനെ കുറിച്ച് അറിവില്ലാത്തവർ വരും. അപ്പാപ്പിക്ക് അവിടെ വെക്കാൻ മേലായിരുന്നു എന്നും ചോദിച്ചിട്ടുണ്ട്. ഇത് 2 സൈഡും കല്ല. നമ്മൾ ഒരു വല കുത്തിക്കൊണ്ട് വലിച്ചാലേ ഈ മീൻ കിട്ടത്തുള്ളൂ കേട്ടോ. ഈ വലയെ കാണുന്ന മീൻ കിട്ടണമെങ്കിൽ ഒരു വല കുത്തിക്കൊണ്ട് ഒരു വല വലിക്കണം. ഇത് കൂടുതലും പൊടിമീൻ. അത് വേണ്ട കരിമീൻ വെള്ളത്തിലൊക്കെ ഉണ്ട്. അതൊക്കെ അവർ പേർക്ക് കളയുന്നുണ്ട്. ഇതെല്ലാം കരിമീൻ വെള്ളത്തിൽ നോക്കി ഇത് കണ്ട. അപ്പം നമ്മുടെ നമ്മളോട് ഈ അപ്പാപ്പിയോട് സ്നേഹം കൂടുതൽ ഉള്ളത് കൊണ്ടാണോ എന്ന് തോന്നുന്നു. അപ്പാപ്പിക്ക് വെക്കാൻ മേലായിരുന്നോ, വെച്ച് പിടിക്കാൻ മേലായിരുന്നോ, അപ്പാപ്പിക്ക് ഒന്നും ഇല്ലായിരുന്നല്ലോ, അങ്ങനെയൊക്കെ കമൻറ്റുമായിട്ടൊക്കെ വരുന്നവരുണ്ട്. ഇവിടെ ഒരു വല വെച്ചുകൊണ്ട് ഒരു വല വലിച്ചാലേ ഈ മീൻ കിട്ടത്തുള്ളൂ. അപ്പം നമ്മളെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുമ്പം വലവെപ്പൊന്നുമില്ല, കൈക്ക് കൊഞ്ച് കപ്പായിരുന്നു. നമ്മൾ 1 കിലോ കൊഞ്ച് തപ്പി നമ്മളെ കാലത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇല്ല അങ്ങോട്ടൊന്ന് പോകണം. നമ്മളെ 1 കിലോ കൊഞ്ച് ഒരു വലിയ കൊഞ്ചുണ്ടായിരുന്നു. അത് വളർന്നനായിപ്പോയി. ഇത് പഞ്ഞിയായിപ്പോയി. നിനക്ക് പഞ്ഞിക്കൊഞ്ച് വല്ലതും ഉണ്ടായിരുന്നു?
ഞാൻ ആ പൊക്കത്തോടൊന്ന് തപ്പാൻ പോവും. ആ കച്ചാല റെഡിക്ക് കൊടുക്കുവാണോ? റോഡാ വിൽക്കുന്നുണ്ടോ? അപ്പം ഞാൻ വരാം. അപ്പം നമ്മളെ സഹോദരൻ്റെ മീനിൽ നിന്ന് റോഡായിരുന്നു കച്ചവടം കാണും, നമുക്ക് അത് കാണാം കേട്ടോ. നമ്മൾ അപ്പം ഇല്ല അവിടെ പോയി അവിടെ ഒരു തപ്പ് തപ്പിയിട്ട് വേണം. ആരാടാ നമ്മളിനിയിപ്പം ഈ ചാലൊന്ന് നോക്കാൻ പോകും കേട്ടോ. കൊഞ്ച് തപ്പി അതുകൊണ്ട് ഈ കയറിയിരിക്കുന്ന ചെമ്മീനാണ്. അതെല്ലാം ചെമ്മീനാണ്. അതെല്ലാം പറ്റിയിട്ട് പോയണ്ട അപ്പം പറ്റി. നമ്മുടെ കാല കരിമീൻ മധുനോ കുറെ കാലമല്ല കണ്ടിട്ട്. ഒരു കിലോ കൊഞ്ച്, ഒരു കിലോ കൊഞ്ച് ഒപ്പിച്ച് രാവിലെ. ആ ആ ആ ആ ആ അത് കറക്റ്റാ. ഇതാകുമ്പോൾ നേരം കാണും, ഇതാകുമ്പോൾ ഇച്ചിരി നേരം കാണും. ആ കണ്ടത്തിൽ കിടപ്പുണ്ടെന്ന്, ആ കണ്ടത്തിൽ കിടപ്പുണ്ടെന്ന് മുന്നൂറ്റി. മുട്ടാറ്റിലെ കാര്യമാണെന്ന് പറഞ്ഞ, കൊമ്പില്ലാത്തയാന്ന് പറഞ്ഞ. എല്ലാം നമ്മളെ സഹോദരങ്ങളാണ് കേട്ടോ. അതേ വാവച്ചി ഒരു വല വീശിയിട്ട് കിടക്കുന്നു. ഞാൻ കുറെ തൂങ്ങിയാണ് കളഞ്ഞിട്ട് പിന്നെ ഇത്ര കൂടെ കിടക്കണം നോക്കുമായിരുന്നു. ഞാൻ പൊത്തി വിട്ടതാ. അണ്ണനൊക്കെ വീശിയത് കിടക്കുന്നത്. ഇങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പുഴുവായിരിക്കും. നമ്മളപ്പോൾ ഇവിടെ നിന്ന് കയറി കേട്ടോ. നമ്മളിനിപ്പം നേരെ റെജിമെൻ്റൊക്കെ പോയിച്ചും ഇത് കൊടുത്തിട്ട് നമുക്ക് അപ്പുറം 6000 ഒന്ന് തപ്പി നോക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ അത് കൊഞ്ച് തപ്പ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരും. 6000 തപ്പി വെച്ചും തിരിച്ച് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സഹോദരങ്ങൾ വള്ളം വിട്ട് പോയെന്ന് നോക്കാം കേട്ടോ. അവന് കരിമീനുണ്ടായിരുന്നു, പിന്നെ കുറുവ വലുതുണ്ട്, പിന്നെ പൊടിമീനാണ്. അപ്പം വള്ളം ഇപ്പോഴെങ്കിലും വിട്ടുപോയില്ലെങ്കിൽ രാവിലെ തന്നെ പൊടിമീൻ കിട്ടിയാൽ രണ്ടാമതൊരു വല നോക്കാൻ പറ്റത്തില്ല നമുക്ക്. നമുക്കെന്നല്ല മീൻ പിടിക്കാൻ പോണ എല്ലാവർക്കും ഉള്ളത് ചോദിക്കും. ആ ഉള്ളത് നോക്കുക. കൈവച്ചടിയാണത് തപ്പിയത് തപ്പിയുണ്ട്. ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളു, പറഞ്ഞ മനസ്സിലായി. വല വെക്കാനുള്ള കളവില്ല. പിന്നെ നമ്മൾ നമ്മുടെ അഖില് അവൻ കൊഞ്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ കൊഞ്ചെടുക്കാനായിട്ട് നമ്മളെ സ്പോട്ടിൽ തന്നെ വന്നു. എന്നാൽ ഞാനെന്നാ റെജിക്ക് കൊടുത്തേച്ചും പോകാമെന്ന് വെച്ച് ഇരിക്കുമായിരുന്നു. 6000 തപ്പാന്ന് വെച്ചാൽ ഇനിയിപ്പം വള്ളമാകുന്നു പോകണം. നമുക്ക് 4 കരിമീൻ തപ്പി കിട്ടിയായിരുന്നു കേട്ടോ. 4 കരിമീൻ നമുക്ക് തപ്പി കിട്ടി. പ്രശ്നമാണ് ഫ്ലൈറ്റ് കയറി പോയില്ല മലേഷ്യ. ഇതിപ്പോ എന്ത് വില വരും ഇവിടെ? ഇത് 400 തോന്നുന്നു. ഇത് പോകത്തില്ല, ഇത് അട്ടപ്പടം തരും. ഇതൊക്കെ നമ്മൾ ചെറുതിൻ്റെ അകത്ത് എടുക്കാം.
അപ്പം നീ വലുതിൻ്റെ തൂക്കിയാൽ മതി. ഇത് ഞാൻ റോഡേ കൊടുത്തോളാം. കൊടുത്തോളൂ. ഇപ്പോൾ റോഡേ കൊടുത്തോളാം. കരിമീൻ എടുക്കാൻ നിൽക്കും. കൊഞ്ചെല്ലാം വേണം കാണിച്ചു കൊടുത്തു. ഇത് നമുക്ക് ഇത് റോഡേ കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ 400 രൂപ കിട്ടത്തുള്ളൂ. പളന്തായതുകൊണ്ട് ഈ കൊഞ്ചിരിക്കുന്നതല്ല. അപ്പം നമുക്ക് ചുരുക്കം പറഞ്ഞാൽ വലിയ അതേ ഉള്ളു. ആ അത് ഇത് വലിയ അത് തൂക്കി നമ്മളത് 2 തൂക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മുടെ ഇത്രയും തപ്പി നമ്മൾ നോക്കിയാലും ഇതേ നോക്കി ഇത്രയും വലിയ കൊഞ്ചാണെന്ന് പറഞ്ഞാലും അത് 2 തൂക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇത്രയും കൊഞ്ച് തൂക്കാൻ പറ്റത്തില്ല. പളന്തി ആയിപ്പോയി. 300 ഓക്കെ 300 ഗ്രാം. നമുക്കപ്പം ഇത് നമുക്ക് തൂക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ തൂക്കാം. ഇതിന് വില കുറവ് വരും. അത് കാരണം നമ്മൾ റോഡേ കൊടുത്താൽ നമുക്ക് 500-600 രൂപ മേടിക്കാം. ഒന്നേക്കാലും അപ്പം പിന്നെ ഇവിടെ കിടന്ന് തപ്പിട്ട് കാര്യമില്ല. ഞാൻ വലുതിന് തപ്പാൻ പോവാം. 6000 പോവും. 6000 കഴിഞ്ഞപ്പം തപ്പാൻ പോയി. ഇനിയിപ്പം നമ്മളെ കരിമീൻ തൂക്കാനുണ്ട്. ഇതാ പിടിച്ചാടാ. $60 മീൻ ഇപ്പം കൊടുത്തു കേട്ടോ. ആ 2 കൊഞ്ച് ആ കരിമീൻ കൊടുത്തുള്ളൂ. നമ്മളെ കൊഞ്ച് കിടക്കുക. ഇനിയിപ്പം ഇവിടുന്ന് വിട്ടേക്കുക. അപ്പം അപ്പുറം തപ്പാനായിട്ട് പോവുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. എടാ ഒരു ബൈ കൊടുക്കടാ. ബൈ ബൈ. അപ്പം ഇനിയിപ്പോൾ 6000 തപ്പാൻ പോകും. അപ്പം നമ്മളെ കൊഞ്ചുണ്ട് കേട്ടാ. ഇത് 1 കിലോ മേളില്ലടാ. ഇത് 1.5 കിലോ കൊഞ്ച് ഇതുണ്ട് അല്ലേ. 1.5 ഇല്ലേ. 1.5. അപ്പം നമ്മൾ ചുരുക്കാൻ പറഞ്ഞാൽ 1.800 നമുക്ക് രാവിലെ ഇവിടെ നിന്ന് തപ്പി കിട്ടി കേട്ടോ. പക്ഷേ ഇത് പളന്തനായത് കൊണ്ടാണ്. ഇത് നമുക്ക് റോഡേ വിൽക്കാൻ പറ്റും. ഇത് പളന്തൻ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ എക്സ്പോർട്ടിങ് ആയതുകൊണ്ട് ഇവൻ കയറിപ്പോകത്തില്ല. അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അല്ലാതെ കൊഞ്ചിന് വേറെ പ്രശ്നമൊന്നുമില്ല. അത് കരിമീനൊക്കെ